ഹേയ് ഞാനും ഉണ്ടാക്കി ഇങ്ങനെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ്സിൽ സ്ഥിരം കാണുന്നതാണല്ലോ, ഇങ്ങനെ ട്രീ ഉണ്ടാക്കി പുൽക്കൂട് ഉണ്ടാക്കി എന്നൊക്കെ. അതെല്ലാം കണ്ട് ഇൻസ്പയർഡായിട്ട് ഞാനും ഉണ്ടാക്കി. എനിക്ക് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണത് പുൽക്കൂടൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴാണ്. അല്ലാതെ റെഡിമെയ്ഡായിട്ട് വാങ്ങി അങ്ങനെ വെക്കുന്നത് എനിക്കെന്തോ മനസ്സുകൊണ്ട് അത്ര തൃപ്തിയല്ല. എനിക്ക് ഓരോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റിയായി സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി തന്നെ വെക്കണം. അപ്പോഴാണ് അങ്ങോട്ട് തൃപ്തിയാവുള്ളൂ. സോ ഞാൻ ആക്ച്വലി ഒരു സമയം കിട്ടണ പോലെ ചെയ്ത് തുടങ്ങിയിട്ട് ഇന്ന് അവസാനത്തെ ഞായറാഴ്ചയാണല്ലോ. സത്യം പറഞ്ഞാൽ അപ്പോഴാണല്ലോ ഒരു കലാശക്കൊട്ടായിട്ട് നമ്മൾ വേഗം അങ്ങോട്ട് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ തീർക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തു. ഇന്ന് ഏകദേശം ഒരു ഉച്ചക്കൊരു 1 മണി 12 മണിയൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ തീർത്തായിരുന്നു. ഒരു 2 മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ നമ്മൾ ലൈറ്റ് ഇടാൻ തുടങ്ങി. അങ്ങനെ ലൈറ്റിട്ട് ഇഷ്ടം പോലെ ലൈറ്റുകൾ. എനിക്കിങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതെല്ലാം നശിപ്പിച്ച് കളയണത് ഇഷ്ടമല്ല, സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ വെച്ച് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ലൈറ്റ് എന്ന് പറഞ്ഞൊരു ക്രേസാണ്. ലൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്രിസ്മസ് ട്രീ ഇല്ലല്ലോ. സ്റ്റാറും കടാ, ഈ സ്റ്റാറിനൊരു പ്രത്യേകതയുണ്ടേ. ഞാനേ അടുത്ത ദിവസം അത് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ആ പ്രത്യേകത? അത് ഈ മണി കൊള്ളാം അല്ലേ?